എന്റെ മോള് നല്ല മോളല്ലേ? ഓർമ്മ മോളെ. രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. നല്ല അടി തരും കേട്ടോ. അയ്യോ മോള് പറയാതെ നമ്മുടെ ചക്കര മോളെ അമ്മ തല്ലൂല കേട്ടോ. മോള് ഞാൻ വിളിപ്പിച്ചത് എനിക്കത് തനിയെ കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. നമുക്ക് മോളെ മുറി കൊണ്ടുപോയി. ലാലേട്ടാ, ലാലേട്ടൻ എന്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എന്റെ പൊന്നുമോൾ മോളു. ഇതാണ് ലാലങ്കിൾ. നോക്കി. അയ്യോ മോള് കരയില്ലേ? ലാലേട്ടനെ കണ്ട് പേടിച്ചു പോയി. മോള് കരയില്ലേ? അയ്യോ മോള് കരയാതെ. മൂക്ക് വെച്ചോക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പൊ വരാം ലാലേട്ടാ. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. ലാൽ, ഇനി നീ എന്നോടൊന്നും മറക്കാൻ ശ്രമിക്കണ്ട. എല്ലാം എനിക്കറിയാം. സൈക്കാട്രിസ്റ്റ് ജോർജ് ജോസഫ് എന്റെ ഫ്രണ്ടാണ്. എല്ലാ സത്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇനി ഒരു മാർഗമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ബേബിയെ കണ്ടുപിടിച്ച് നേരെ അവനെ ഏൽപ്പിക്കുക. ബേബി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അവനിനി ഒരിക്കലും വരില്ല അല്ലേ? നീ ധൈര്യമായിട്ടിരിക്കും. നമുക്കുടനെ മേരി ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാം. ഈ അവസ്ഥയിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് മാത്രമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ മീരെ ഞാൻ വിവാഹം കഴിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടാ. നോ, വേണ്ടല്ല. ഞാനതിന് സമ്മതിക്കില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവളെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടല്ല, വേണ്ട. നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് സംഭവിക്കുന്നതിന് തുല്യമായി കരുതുന്നവനാ ഞാൻ. ഐ നോ ഇറ്റ്. എന്റെ അനുജത്തിക്ക് വേണ്ടി നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മീരയുടെ അസുഖം മാറുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. നീ ഒന്നുകൂടി ആലോചിക്കും. മീരയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു മാറ്റവുമില്ല ആന്റി. സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ മീരയ്ക്ക് മരിച്ചുപോയ അവളുടെ കുഞ്ഞിന്റെ ഓർമ്മയാണെന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികളെ കണ്ടാൽ, ഏതെങ്കിലും പാവക്കുട്ടിയെ കണ്ടാൽ പോലും അവൾ അതിനെടുത്ത് താലോലിക്കും. സൈക്കാട്രിസ്റ്റ് പറയുന്നത് മീരയെ ആവുന്നതും വേഗം ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കണമെന്നാണ്.
ഈ നിലയിൽ അവളെ വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാൽ, അഥവാ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ തന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വഞ്ചനയാവില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നല്ലേ നമ്മൾ അവളോട് പറഞ്ഞിരിക്കുന്നത്. അവളുടെ കുഞ്ഞിനെ തന്നെ അവളെ തിരിച്ചേൽപ്പിച്ചാലോ? കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാലെങ്കിലും അവളുടെ അസുഖം മാറുമെങ്കിൽ കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും എനിക്ക് വലുത് എന്റെ മീരയുടെ സമനില തിരിച്ചു കിട്ടുക എന്നതാണ്. ആന്റി, മീരയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മോഹൻ, ആ കുഞ്ഞിപ്പോ ഇവിടെ ഇല്ല. ആന്റി, മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. മീര പ്രസവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരാളിവിടെ വന്ന് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. മീര പ്രസവിച്ച കുഞ്ഞ് അനാഥയായിട്ട് വളരണ്ടെന്ന് കരുതി ആ കുഞ്ഞിനെ ഞാൻ അയാൾക്ക് കൊടുത്തു. ആന്റി, ആന്റി ആർക്കാണ് ആ കുഞ്ഞിനെ കൊടുത്തത്? ആന്റി അയാളെ അറിയുമോ? അയാളുടെ അഡ്രസ് എന്റെ അടുത്തുണ്ട്. ഇവിടെ തങ്കച്ചൻ താമസിക്കുന്ന ഇവിടെ? തങ്കച്ചനും ദാ കാണുന്നത് 2ാമത്തെ വീടാണ്. ഇവിടെ ആരും ഇല്ലേ? ബേബി? അല്ല, തങ്കച്ചൻ. നിങ്ങൾ തല്ലി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ മരിച്ചുവെന്നായിരിക്കും കരുതിയത്. നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പാരിതോഷികമാണ് ഇത്. ബേബി, കഴിഞ്ഞതെല്ലാം മറക്കണം. മീരയുടെ കുഞ്ഞിനെ തേടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. മീര അവളാകെ തകർന്നിരിക്കുക. ഈ കുഞ്ഞിനോട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. പ്രസവിച്ച 3ാം ദിവസം സ്വന്തം കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകാൻ മനസാന്നിധ്യമുള്ള ഒരമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നെങ്കിലും എനിക്കെന്റെ കുഞ്ഞ് അനാഥമായി വളരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആരോടും എനിക്ക് പരാതിയില്ല. ഞാൻ എന്റെ കുഞ്ഞുമായി ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ബേബി, മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ്. കുഞ്ഞ് മരിച്ചുപോയെന്നറിഞ്ഞ ആഘാതത്തിലാണ് അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയത്. അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ തെറ്റുപറ്റി. കഴിഞ്ഞതൊക്കെ മറക്കണം. ബേബി കുഞ്ഞിനെയും കൂട്ടി എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ മീര അവളുടെ ജീവിതം. ബേബി, ഞാൻ നിന്റെ കാലി പിടിച്ചപേക്ഷിക്കാം, പ്ലീസ്. എന്റെ മോളെ കിട്ടിയാൽ മീരയുടെ അസുഖം മാറുമെങ്കിൽ ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇല്ല ബേബി, ബേബിയും വരണം. ഇനി എന്റെ പെങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ബേബി വരില്ലേ? തിരിഞ്ഞു നിൽക്കാൻ. അയ്യോ, എന്റെ കുഞ്ഞിന്റെ മോൻ കാണുന്നില്ല. കുറച്ചുകൂടി മുഖം ഈ വശത്തേക്കാക്ക്. കറക്റ്റ്. അമ്മയുടെ മോളും തിരിച്ച് വീട്ടിക്ക്.
നമ്മുടെ മോളെ. ഇനി വേറൊരു പോസ് എടുക്കാം. റെഡി? നീ മോളെ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയാ? എന്റെ മോളെ അടുപ്പിച്ച് പിടിച്ചേ പ്രിയ. കുറച്ചുകൂടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ. മതി. പ്ലീസ് സ്മൈൽ. മോളു സ്മൈൽ. പ്രിയ സ്മൈൽ. തിരിഞ്ഞിരിക്കണേ. സ്മൈൽ. മീര, എന്താ പ്രിയ ഇത്? താഴെ ഫോൺ ബെല്ലടിക്കുന്നു, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. എന്റെ മോളെ കുറെ കൂടി വീഡിയോ എടുക്കാനുണ്ട്. ടിവിയിലിട്ട് കാണാനാ. പ്രിയ കൂടി കാണിച്ചു തരാട്ടാ. വേണ്ട മീര, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. എന്റെ മോളെങ്കിതാ. നീ വേണേ പൊയ്ക്കോ. പൊക്കോട്ടെ. നമുക്ക് അമ്മ വീഡിയോ എടുത്ത് തരാട്ടോ. എന്റെ മോളെ ഇവിടെ ഇരിക്കും. അങ്ങനെ അനങ്ങാതിരിക്കണേ. മോളു സ്മൈൽ. എന്റെ ചക്കരല്ലേ സ്മൈൽ. മിടുക്കി. അങ്ങനെ തന്നെ അനങ്ങാതിരിക്കേ. സ്മൈൽ സ്മൈൽ. എന്റെ മോള് പ്രിയ. എന്റെ മോള് പ്രിയ. മീര, മീരെ, മോളെ, നിന്റെ ബേബിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ മോളെ കാണണ്ടേ നിനക്ക്? മോളെ, ഇത് നിന്റെ കുഞ്ഞാണ്.